വലതുപക്ഷം എടുത്ത സ്റ്റാൻഡ് കുറച്ച് ഓവറായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഇല്ല, അങ്ങനെയില്ല. കാരണം ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്കൊരു സിനിമ എടുക്കാം, നിങ്ങൾക്കൊരു കഥ എഴുതാം, എന്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത്, അത് എമ്പുരാനിൽ മാത്രമല്ല, വാര്യംകുന്നൻ സിനിമ പ്രോജക്റ്റ് വന്നിരുന്ന സമയത്തും എൻ്റെ നിലപാട് അത് തന്നെയാണ്. 19-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ സിനിമ വന്നപ്പോഴും എൻ്റെ നിലപാട് അത് തന്നെയാണ്. ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയെ നമ്മളത് ചരിത്രപരമായിട്ടുള്ള വസ്തുത തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ ഏത് രീതിയിൽ കാണിച്ചാലും അതിനോട് സത്യസന്ധത പുലർത്തണം. വാര്യംകുന്നനിലാണെങ്കിലും ഈ പറഞ്ഞ 19-ാം നൂറ്റാണ്ടിലെ ക്യാരക്ടറൈസേഷനിലാണെങ്കിലും അങ്ങനെയല്ല. ഈ വിഷയങ്ങളിലെല്ലാം ഞാൻ പ്രതികരിച്ചു. പിന്നെ പി ടി തോമസ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ മണ്ഡലത്തിലുണ്ട്, മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അവരാണ് ഇതിന് ട്രിഗർ ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എം രാജഗോപാലൻ ഇടതുപക്ഷത്തെ MLA ആണ്, അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ മണ്ഡലത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. O രാജഗോപാൽ പറയുന്നു എൻ്റെ മണ്ഡലത്തിൽ ആറ്റുകാലിൽ ഇതേപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നത് അതീവ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ് എന്നാണ്. ജിഹാദ് എന്നുള്ള പേര് ഉപയോഗിക്കുന്നിടത്താണോ പ്രശ്നം, അല്ലെങ്കിൽ ഈ സംഭവം ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉണ്ട് എന്ന് സമ്മതിക്കുന്നതാണ്? അല്ല, ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പേര് ഉപയോഗിക്കുന്ന സമയത്ത് അത് ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെൻ്റൽ ഇംപ്രഷൻ. ആ മെൻ്റൽ ഇംപ്രഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ആൾക്കാരതിനെ വ്യാഖ്യാനിക്കുന്നു. ഇപ്പോൾ ഇതിനെ എതിർക്കുന്ന ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് മുസ്ലിം സമുദായം എല്ലാവരും ഇതിനായിട്ടൊരു ടാർഗറ്റഡ് ആയിട്ട് ശ്രമിക്കുന്നു എന്ന രീതിയിലാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യുന്നില്ല.